ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് കണ്ടാലോ. ഫസ്റ്റ് തന്നെ ടോണർ ആണ്. ഇത് പ്ലം റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ടോണർ ആണ്. 150 ml ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 420 ആണ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണ്. പിൽഗ്രിം സ്ക്വൽ ആൻഡ് ഗ്ലോ മോയ്സ്ചറൈസർ വിത്ത് നിയാസിനമൈഡ് ആൻഡ് വൈറ്റമിൻ സി. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 550 ആണുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്തു. ഇത് മിനിമലിസ്റ്റ് SPF 50 സൺസ്ക്രീൻ ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 399 ആണ്. ഞാൻ സിൻസിയർലി പറയുവാണെങ്കിൽ ഇത് നല്ലൊരു സൺസ്ക്രീൻ ആണ്. കാരണം ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തത് അക്വലോജിക്കയുടെ സൺസ്ക്രീൻ ആയിരുന്നു. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം അത് ഇടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡള്ളാകുകയും പിന്നെ എന്താണ് ഒരു ഓയിലി ടെക്സ്റ്റാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് വൈറ്റ് കാസ്റ്റോ അങ്ങനെ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കൺസീലറാണ്. മെബ്ലിൻ്റെ കൺസീലറാണ് ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ടാണെങ്കിൽ ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ മെയിൻലി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഡാർക്ക് അല്ലെങ്കിൽ കൂടുതൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെയാണ്. എൻ്റെ അണ്ടർ ഐ, ലിപ്സിൻ്റെ അവിടെ, പിന്നെ ആണെങ്കിൽ നമ്മുടെ നെറ്റിയിലെ അവിടെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ പിഗ്മെൻറ്റഡ് അല്ലെങ്കിൽ ഡാർക്ക്നെസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഞാൻ നൈക്കിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ കാണിച്ച മിക്ക പ്രൊഡക്റ്റും ഞാൻ നൈക്കിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ്. ചിലത് സെയിലിൻ്റെ സമയത്ത് അല്ലാതെയും വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്. ഫൈനലി ഞാൻ ഡാസ്ലാൻ്റെ ഒരു കോമ്പാക്ട് പൗഡറും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനാണെങ്കിൽ ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് മാർസിൻ്റെ ലിപ്പ് ലൈനറാണ്. 03 ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇത് തന്നെയാണ് ഞാൻ ലിപ്സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാനൊരു റിവ്യൂ കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചിട്ടിരുന്നു മാർസിൻ്റെ ആണ് ലിപ്പ് ക്രയോൺ. അതും നല്ലതാണ്. പക്ഷേ എനിക്ക് അത്ര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലിപ്പ് ക്രയോണിനെ അപേക്ഷിച്ച് ലിപ്പ് ലൈനറായിരിക്കും കൂടുതലും കുറച്ചും കൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. ലിപ്പിലാണെങ്കിലും ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയ കാര്യമാണ്. എനിക്ക് ഡാർക്ക് ലിപ് ഷെയ്ഡിനെക്കാട്ടി കുറച്ചും കൂടെ നല്ലത് ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ അതും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനാണെങ്കിൽ ഒരു പൊട്ടും കൂടെ കുത്തുന്നുണ്ട്. ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല, ചുമ്മാ രസത്തിന്. പിന്നെ ഞാനാണെങ്കിൽ പെർഫ്യൂം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു റിവ്യൂവിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പർപ്പിളിൻ്റെ പെർഫ്യൂം യൂസ് ചെയ്തത്. അതിനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ എനിക്ക് ഇതാണ് കുറച്ചും കൂടെ മച്ച് മോർ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇത് TKയുടെ പെർഫ്യൂമാണ്. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗേൾസിനാണെങ്കിലും നമുക്ക് നല്ല പ്ലസൻറ്റ് സ്മെല്ലല്ലേ ഇഷ്ടം. അപ്പോൾ ഇതെന്തായാലും യൂസ് ചെയ്യാൻ നോക്കാം. വീഡിയോ ബൈ.